സ്തുതിയായിരിക്കട്ടെ. ഈ വെള്ളിയാഴ്ചയിലത്തെ അത്ഭുതങ്ങളുടെ മണിക്കൂറിനെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്താനാണ്. ഈ വെള്ളിയാഴ്ചയിലത്തെ പ്രത്യേക പ്രാർത്ഥനാ വിഷയം രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്കറിയാം പതിനായിരക്കണക്കിന് നിയോഗങ്ങളായിരിക്കും ഈ ഒരു വിഷയമായിട്ട് വരാൻ പോകുന്നതെന്ന്. എന്നിരുന്നാലും നിങ്ങൾ അയക്കുന്ന എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി ഈ വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ട് നിശ്ചയമായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. വ്യാഴാഴ്ച വൈകിട്ട് 8 മണിക്ക് മുമ്പ് അയച്ചു തരുന്ന നിയോഗങ്ങളെല്ലാം ഞങ്ങൾ മാക്സിമം ആരാധനയുടെ സമയത്ത് സ്ക്രോൾ ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടിയിട്ട് ആ രോഗാവസ്ഥകളുള്ളവരെയൊക്കെ സമർപ്പിച്ച് പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. വളരെ ഷോർട്ടായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ നിയമങ്ങൾ അയച്ചു തരണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. എല്ലാ പ്രാവശ്യം ഞാൻ ഓർമ്മിപ്പിക്കാറുള്ളതാണ്. കൂടാതെ നിങ്ങളും ഈ ശുശ്രൂഷയിൽ പങ്കുചേരണം കേട്ടോ. രാവിലെ 9 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 8 മണി മുതൽ 9 മണി വരെയും ആരാധന കണ്ടക്ട് ചെയ്യും. വൈകുന്നേരം 8 മുതൽ 9 മണിയുള്ള ആരാധന രോഗ സൗഖ്യ വിടുതൽ ആരാധനയാണ്. അപ്പോൾ നിശ്ചയമായിട്ടും രാവിലത്തെ വചന ശുശ്രൂഷയിലും വൈകുന്നേരത്തെ ആരാധന നിങ്ങൾ പങ്കുചേരുകയും ഏതെങ്കിലും ഒരു മണിക്കൂർ സമയം ഈശോയുടെ കൂടെ ഇരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും. അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കർത്താവിൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനും പറ്റും. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.